Hi friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. I am Haris Kodungallur. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തിക്കറിയാണ്. അപ്പോൾ ഈ മത്തിക്കറി ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും ചേർത്തിട്ടാണ് നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു 1/2 കിലോ മത്തി മേടിച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങളാണ് ചുവന്നുള്ളി, അതായത് ചെറിയ ഉള്ളി ഒരു 10 എണ്ണം ചതച്ചത്, പച്ചമുളക് ഒരു 3 എണ്ണം നടുകീറ പൊളിച്ചത്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 2 ഉരുളക്കിഴങ്ങും 3 മുരിങ്ങക്കായും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം. ഒരു 4 കുടംപുളി അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2 തക്കാളി ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ അരമുറി തേങ്ങ ചെറിയതാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, ഒരു 3/4 സ്പൂണോളം മല്ലിപ്പൊടി, 2 സ്പൂണ് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ഒരു 3/4 സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടി ചേർത്തിട്ട് ഈ കൂട്ടെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് നല്ല ക്രീമായിട്ട് അടിച്ചെടുക്കണം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉലുവ നമുക്ക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് മതി, ഒരു 1/2 സ്പൂൺ മതിയാവും. നമ്മൾ അരപ്പിൽ ഓൾറെഡി നമ്മൾ 1/4 സ്പൂൺ ചേർത്തിട്ടുണ്ട് ഉലുവപ്പൊടി. ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിരിക്കുന്ന ഉലുവയും പെരിഞ്ജീരകം ഒന്നും കരിഞ്ഞു പോകരുത്, ചെറിയ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇങ്ങനെ അത് ചേർത്ത് കൊടുക്കാം. മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1.5 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളീനെ അതൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആ കുടംപുളി ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് അതിനകത്തൊക്കെ കണ്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ ഒരു 3/4 സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ കറി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായും നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനീ കറി നല്ല തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉരുളക്കിഴങ്ങും മുരിങ്ങക്കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതിയിട്ടാണ്. അപ്പോൾ നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഇവനൊന്ന് താളിച്ചെടുക്കണം. മീൻ കറി ഒന്ന് താളിക്കണ്ടേ, അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മളെ ചെറിയ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് എരിവുള്ള ഉണക്കമുളക് കണ്ട് ഇട്ട് കൊടുക്കാം. കാരണം ഇവിടെ മരം മൊത്തം അടിച്ച് തീർക്കും. നമ്മൾ ഈ താളിക്കണ സൗണ്ട് കേൾക്കണേ, അത് ഇതങ്ങോട്ട് കോരി വയ്ക്കണം അതിനകത്തേക്ക്. അപ്പോൾ നമ്മളെ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഈ കറി എന്നും ഉണ്ടാക്കി നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. ഒരു പിടി ചോറല്ല, ഒരു കുന്ന് ചോറ് നിങ്ങൾ തിന്നിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.